നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി UDF പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി PV അൻവർ. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനടക്കം ശ്രമിച്ച ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. വയനാട്ടിൽ വെച്ചാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത് എന്നാണ് അൻവറിൻ്റെ ആരോപണം. CPMനെ ആര്യാടൻ ഷൗക്കത്ത് എവിടെയെങ്കിലും വിമർശിച്ചതായി കാണാൻ സാധിക്കുമോ എന്ന് അൻവർ ചോദിച്ചു. CPMുമായി നല്ല സൗഹൃദത്തിലാണ് അദ്ദേഹം. ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിൽ കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ പിണറായി സത്തിനെതിരെ എങ്ങനെയാണ് സംസാരിക്കുക? ഈ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല, അൻവർ പറഞ്ഞു. VS ജോയ്ക്ക് കോൺഗ്രസിൽ ഗോഡ്ഫാദർ ഇല്ലെന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ അവഗണിച്ചുവെന്നും അൻവർ പറഞ്ഞു. ജോയിയെ ആ പൊസിഷനിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദവും ജോയിയുടെ വ്യക്തിപരമായ കഴിവുമാണ്. ഇന്ന് ഉമ്മൻചാണ്ടി സാർ ഇല്ല. ജോയിയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവർ തന്നെ അവഗണിച്ചു. ജോയിയെ പിന്തുണയ്ക്കാൻ തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഗോഡ്ഫാദർ ഇല്ലാത്തതിനാൽ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം മാത്രമല്ല, ഈ മലയോര കർഷകർ കൂടിയാണ് എന്ന് അൻവർ പറഞ്ഞു. ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനത്തെ നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് പഠിക്കേണ്ടതുണ്ടെന്നും അൻവർ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ പഠനത്തിന് ശേഷം തങ്ങൾ തീരുമാനമെടുക്കുമെന്നും കൂടിയാലോചനയ്ക്ക് ശേഷമാകും തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുവരെ പ്രചാരണത്തിലിറങ്ങില്ലെന്നും അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിലെ വിധി എന്തായിരിക്കും? അൻവർ ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ, അതോ കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്ന് മനസ്സില്ലാ മനസ്സോടെ പ്രചാരണത്തിനിറങ്ങുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.